സ്തോത്രമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. സ്തോത്രം പറയാൻ എളുപ്പമാണ്, നന്ദി പറയാൻ എളുപ്പമാണ്. എന്നാൽ നന്ദിയുള്ളവർ ആയിരിക്കുക എന്നതാണ് നന്ദി പറയുന്നതിനേക്കാൾ പ്രയാസകരം. ദൈവം അതാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്നാണല്ലോ നാം തിരുവെഴുത്തിൽ കാണുന്നത്. ആകയാൽ ഈ സന്ധിയിൽ നാം പാടിയതുപോലെ വാക്കുകളാൽ വർണ്ണിക്കുവാൻ കഴിയുന്നതിൽ അധികമായി നമുക്ക് വേണ്ടി നന്മകളെ ചെയ്ത, ദാനങ്ങളെ നൽകിയ, തൻ്റെ പുത്രനെ തന്നെയും നമുക്ക് വേണ്ടി ദാനമായിട്ട് തന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം ഉണ്ടാകട്ടെ. തൻ്റെ പ്രാണനെ നമുക്കെല്ലാവർക്കും വേണ്ടി വെച്ച് തന്ന, തൻ്റെ സ്വന്തം ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ രക്തം തൻ്റെ ധമനികളിൽ സൂക്ഷിച്ചു വെക്കാതെ അവസാന തുള്ളി വരെയും ഊറ്റിത്തന്ന നമ്മുടെ അരുമനാഥനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. നമ്മോടുകൂടെ എന്നും ഇരിക്കേണ്ടതിന് അയക്കപ്പെട്ട, നമ്മെ നിത്യതയെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും നമുക്ക് പലയിടങ്ങളിൽ നിന്ന് പതിവ് പോലെ തിരുവചന അധ്യയനത്തിനായി കൂടി വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഗുരു, ഉപദേഷ്ടാവ്. നാം ഒരുമിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായമാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സർദീസിലെ സഭയുടെ ദൂതന് യേശുക്രിസ്തു കൈമാറുന്ന സന്ദേശം. നാം യേശുക്രിസ്തുവിനെ കുറിച്ച് കണ്ടതുപോലെ ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഉള്ളവൻ, 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ വഹിക്കുന്നവൻ, നമ്മെ ഉള്ളതുപോലെ അറിയുന്നവൻ, സർദീസിലെ സഭയുടെ ഉള്ള അവസ്ഥകളെ തുറന്നു കാണിക്കുന്നു. സത്യത്തിൽ ഇതാണ് പ്രവചനം, പ്രവാചകന്റെ ദൗത്യം. എന്താണ്? നമ്മുടെ യഥാർത്ഥ അവസ്ഥകളെ തുറന്നു കാട്ടുക. This is prophetical ministry, to reveal how God sees us, how God values us, what God demands from us, what's our failure, where we failed, and what is the remedy. Also, it includes a warning. If not repented or rectified, what will happen? It also includes a promise. If repented, what shall we get? Got it? All these include in biblical prophecy, biblical prophetical messages. ദൈവവചനത്തിലെ പ്രവചനങ്ങളിൽ, പ്രവചന സന്ദേശങ്ങളിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവ ഉൾക്കൊള്ളുന്ന കാതലായ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്ന് നമ്മെ അറിയിക്കുന്നതാണ് പ്രവചനം.
ദൈവം നമ്മെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമ്മെ അറിയിക്കുന്നതാണ്. പ്രവാചക ദൗത്യം സന്ദേശം. ദൈവം നമ്മെ എങ്ങനെ തൂക്കി നോക്കുന്നു? ദൈവത്തിന്റെ തുലാസിൽ നമ്മുടെ തൂക്കം എങ്ങനെയുണ്ട്? ദൈവത്തിന്റെ അളവിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ദൈവം എന്താണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവത്തിന് നമ്മോട് കൽപ്പിക്കുവാനുള്ളത് എന്നൊക്കെ നമ്മെ അറിയിക്കുന്നതാണ് പ്രവചനം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ വരുവാൻ പോകുന്ന വിപത്തുകളെ കുറിച്ചുള്ള വാണി, മുന്നറിയിപ്പും അതിൽ കാണും. അനുസരിച്ചാൽ ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും ഉണ്ടാകും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ 7 സഭകൾക്കുമുള്ള സന്ദേശം. പ്രവചനത്തിന്റെ യഥാർത്ഥ രൂപമാണത്. ആരാണ് സംസാരിക്കുന്നതെന്ന് പരിചയപ്പെടുത്തും. നമ്മുടെ യഥാർത്ഥ അവസ്ഥകളെ വെളിപ്പെടുത്തും. ദൈവത്തിന് നമ്മോടുള്ള സമീപനത്തെ വെളിപ്പെടുത്തും. കൽപ്പനകളെ വെളിപ്പെടുത്തും. താക്കീതും വാഗ്ദത്തവും തരും. സ്തോത്രം. കൂടെ ഉണ്ടല്ലോ എല്ലാവരും. ഇതല്ലാതെ വെറുതെ ഭൗതിക ഭാവിയെ കുറിച്ചുള്ള മോഹന വാഗ്ദാനങ്ങൾ ചോരിക്കൊരിയുന്ന ഒരു സംഭവമല്ല പ്രവചനം എന്ന് പറയുന്നത്. ഓക്കെ മോനെ. സ്തോത്രം. ഇന്നത്തെ പ്രവചനങ്ങളൊക്കെ ഈ നിലകളിലുള്ളതാണ്. ഭൗതിക ഭാവിയെ മാത്രം സംബന്ധിക്കുന്നത്, ഭൗതിക അവസ്ഥകളെ കുറിച്ച് മാത്രമുള്ളത്. സ്തോത്രം. അവയെക്കുറിച്ചൊക്കെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞതാണ്. ആ വാഗ്ദത്തപ്രകാരം ഇതുവരെ ദൈവം നമ്മെ നടത്തുകയും ചെയ്തു, മേലിലും നടത്തുകയും ചെയ്യും. സ്തോത്രം. ഇവിടെ നാം ആ യഥാർത്ഥ വേദപുസ്തക പ്രവചനത്തിന്റെ അവസ്ഥകളെ കാണും. യേശു കർത്താവ് 7 ആത്മാക്കൾ, ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഉള്ളവൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സഭയ്ക്ക് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് കൊടുത്തത്. സർദി സഭയെ, എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതൊന്നും നിന്റെ പക്കലില്ല. നിന്റെ ജീവിതം എന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. മലയാളത്തിലെ ട്രാൻസ്ലേഷനാണ് കുറെ കൂടെ നല്ലത്. നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കും. എബ്രായർ 4:12-13 വാക്യങ്ങളിലാണ് അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സ്തോത്രം. ഇവിടെ സർദീസിനോട് അത് തന്നെയാ കർത്താവ് പറയുന്നത്. Nothing is hidden from my sight, because I am God who holds or who has the 7 spirits of God. Perfect knowledge about you is with me. സ്തോത്രം. ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഉള്ളവൻ.
സർവജ്ഞനായ, സകലതും അറിയുന്ന, പരിപൂർണനായ പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം, അവകാശം, ആത്മാവിന്റെ സാന്നിധ്യം. അതുകൊണ്ട് സർദീസ് സഭയെ, നിനക്ക് എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് കർത്താവ് പറയുന്നു. ഈ ഒരവസ്ഥ നമ്മുടെ സഭകളിലും പ്രവചനങ്ങൾ കേൾക്കുന്ന, ദൈവ സന്ദേശങ്ങൾ കേൾക്കുന്നവർക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിലെ യാതൊന്നും ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല എന്ന ഉത്തമമായ ബോധ്യം. സ്തോത്രം. ഇത്രയും ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളോടുള്ള സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചനത്തെ കുറിച്ച് പറഞ്ഞ ഈ ചുരുക്കം വാക്കുകൾ മനസ്സിലേക്കാണുമല്ലോ. സ്തോത്രം. ഏറ്റവും വലിയ പ്രവചനം, ബൈബിളിലെ ഏറ്റവും വലിയ പ്രവചനം എന്താണ്? The utmost prophecy in the Bible. കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? The prophecy about Jesus Christ. സ്തോത്രം. രാജീവ് ബ്രദർ ഏതാണ്ട് പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. സ്തോത്രം. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തു, യേശു ക്രിസ്തു ആണ് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാന പ്രവചനം. അതിൽ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വവും അഥവാ മനുഷ്യ ജന്മവും ശുശ്രൂഷകളും ക്രൂശുമരണവും ഉയർപ്പും തേജസ്കരണവും മടങ്ങിവരവും നിത്യരാജ്യത്വവും എല്ലാം ഉൾപ്പെടുന്നു. അതിൽ ക്രിസ്തുവിന്റെ തേജസ്കരണം വരെയുള്ള കാര്യങ്ങളൊക്കെ നിറവേറി. അതിൽ ഇനിയും നിറവേറുവാനുള്ള ഏറ്റവും പ്രധാന സംഗതി മേരി ആന്റി പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിന്റെ തേജസ്സിലെ പ്രത്യക്ഷതയാണ്. ബാക്കി മുഴുവൻ പ്രവചനങ്ങളും ഇതിലേക്ക് നമ്മെ നയിക്കുന്നതാകണം. All other prophecies should be leading the church to this ultimate prophecy of Christ, especially the remaining utmost prophecy of Christ is his coming as the king, as the absolute and ultimate ruler. ആത്യന്തികമായി രാജാധിരാജാവും കർത്താധികർത്താവുമായി വേഗം മഹത്വത്തിൽ വരുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനായി നമ്മെ ഒരുക്കുന്നതായിരിക്കണം മറ്റുള്ള സകല പ്രവചനങ്ങൾ. സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പ്രവചന വിഷയം ക്രിസ്തു. ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന പ്രവചനം തന്നെ ക്രിസ്തുവാണ്. സ്തോത്രം. The first prophecy in the Bible is Christ himself as the seed of the woman. Genesis 3:15. ഉൽപ്പത്തി 3:15
സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെടുന്ന, സാത്താന്റെ തലയെ തകർക്കുന്ന മശിഹായെ നാം ആദ്യ പ്രവചനത്തിൽ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. മറ്റ് പല പ്രവചന വിഷയങ്ങൾ ബൈബിളിൽ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തു സംബന്ധമായതാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന, ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന പ്രവചനങ്ങളാവണം മറ്റുള്ളതല്ല. സ്തോത്രം. തീർച്ചയായും നമ്മുടെ ഭൗതിക ജീവിതത്തെ കുറിച്ചൊക്കെ കർത്താവ് പറയും. പക്ഷേ അതെല്ലാം ഈ പ്രവചനത്തിന് വിധേയപ്പെട്ടിരിക്കുമെന്ന കാര്യം മറക്കരുത്. സ്തോത്രം. ഇവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ 2ഉം 3ഉം അധ്യായങ്ങളിൽ നിന്ന് 7 സഭകൾക്കുള്ള യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങളിൽ നിന്ന് നാം പഠിക്കുന്ന ഒരു പൊതു തത്വമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ലെന്ന് കരുതട്ടെ. നാം ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തു സർദീസിലെ സഭയെ അനുമോദിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ഒന്നും കൂടെ 4-ാം വാക്യം വായിച്ചാട്ടെ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഏത് കാലത്തും ദൈവത്തിന് ഒരു ശേഷിപ്പ് ഉണ്ടായിരുന്നു. ഏത് കാലത്തും. സ്തോത്രം. സത്യത്തിൽ ഭൂമിയുടെ നിലനിൽപ്പ് പോലും ഈ ശേഷിപ്പിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ലോകത്തിന്റെ നിലനിൽപ്പ് പോലും ആശ്രയിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരുടെ ശേഷിപ്പിനെയാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ഒരു സിദ്ധാന്തമാണ്, തത്വമാണ് ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരെ നശിപ്പിക്കാതിരിക്കുക എന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ഒരു തത്വമാണ് ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരെ നശിപ്പിക്കാതിരിക്കുക. ഉൽപ്പത്തി 18:25. ജെനസിസ് 18:25. Far be it from you to do such a thing, to kill the righteous with the wicked, treating the righteous and the wicked alike. Far be it from you. Will not the judge of all the earth do right? Praise God. We know the background. God is here to condemn Sodom and Gomorrah. സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കാൻ പോകുന്ന സമയമാണ്. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനോട്
ദൈവം ആ കാര്യം ഒന്ന് ഹൃദയം തുറന്ന് പറഞ്ഞു. അബ്രഹാമിനോട് വഴക്കുണ്ടാക്കി, അബ്രഹാമിന് തെരഞ്ഞെടുപ്പ് കൊടുക്കാതെ, അബ്രഹാം കൊടുത്തിട്ടാണ്, പക്ഷേ സ്വയമായി ഏറ്റവും നല്ലത് തെരഞ്ഞെടുത്ത് പോയ ലോത്തും തൻ്റെ കുടുംബവും പാർക്കുന്ന സൊദോം ഗൊമോറയെ ദൈവം അഗ്നി കൊണ്ട് നശിപ്പിക്കാൻ, ഗന്ധകം സൾഫർ കൊണ്ട് നശിപ്പിക്കാൻ പോകുന്ന വിവരം അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തവനാണ് ലോത്തെങ്കിലും ലോത്തിനെ കുറിച്ചുള്ള വലിയ ഭാരം അബ്രഹാമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അബ്രഹാം സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം കഴിക്കുന്നു. അപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, സ്തോത്രം, നീതിയുള്ള ന്യായാധിപനായ ദൈവമേ, അങ്ങ് നീതിമാനെ ദുഷ്ടനോടുകൂടെ നശിപ്പിക്കുമോ? Let it be far from you, O God. You are the righteous judge of the world, and you cannot do unrighteousness. So Abraham pleads with God that you are a righteous God who will not punish or condemn or demolish righteous along with wicked. ദൈവം എന്താ പറയുന്നു? ദൈവത്തിന്റെ ഉത്തരം, The Lord said, if I find 50 righteous people in the city of Sodom, I will spare the whole place for their sake. Praise God. അപ്പൊ ദൈവം പറയുന്നു, അബ്രഹാമേ, ഡിയർ ഫ്രണ്ട്, നീ പറഞ്ഞതുപോലെ ദുഷ്ടനോടുകൂടെ ഞാൻ നീതിമാനെ നശിപ്പിക്കത്തില്ല. അപ്പൊ അബ്രഹാം കണക്ക് നിരത്തുകയാ. 50 തുടങ്ങി നമുക്കറിയാം 10 വരെ വന്നു. സ്തോത്രം. പക്ഷേ സൊദോം ഗോമോറയെ നശിപ്പിക്കാതിരിക്കത്തക്കതുപോലെ 10 നീതിമാന്മാര് പോലും അവിടെ ഇല്ലാതെ പോയി. നമ്മളെ പല ആവർത്തി ചിന്തിച്ചിട്ടുള്ള ഒരു ചോദ്യം ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചോട്ടെ, പ്ലീസ് എക്സ്ക്യൂസ് മീ. ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ ചോദ്യം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ എക്സ്ക്യൂസ് മീ ഇങ്ങ് തിരിച്ചെടുക്കാം. അപ്പൊ തിരിച്ചെടുക്കാവുന്ന തോന്നുന്നു. What yeah, almost അല്ല, 10 കുറഞ്ഞാലും ദൈവം നശിപ്പിക്കുമോ എന്നൊരു നമുക്കൊരു കൺസേൺ വേണമെങ്കിൽ വെച്ച് അബ്രഹാമിന് വാദിക്കാമായിരുന്നു. പക്ഷെ അബ്രഹാം ഏറ്റവും കുറച്ച് വെച്ചത് 10 ആയിരുന്നു. നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. Yeah, not that one person. Yeah, Mole Hanna, your answer is right, but I was asking for the question. Your answer is right. ചോദ്യം ഇതായിരുന്നു, what was not the reason for God to condemn or punish Sodom and Gomorrah? Otherwise, full time തിരിച്ചും വേണം ചോദിക്കാം, what was the reason എന്ന് ചോദിക്കാം, no issues. Yeah, now you remember, no? What was not the reason for God to punish or destroy Sodom and Gomorrah? 2 options.
the innumerability or the plentiness of wicked or sinners, or the scarcity or lack of righteous? This was our question. ഇപ്പൊ ചിലപ്പോ ചോദ്യം ഓർക്കുന്നുണ്ടായിരിക്കും. യെസ്, lack of righteous. യാ. ചോദ്യം, സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുവാനുള്ള കാരണം എന്തായിരുന്നു? അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, എന്തല്ലായിരുന്നു എന്നുള്ളത്. സ്തോത്രം. എന്തായിരുന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2 ഓപ്ഷൻസ് ആണ് തന്നത്. രണ്ടിനും പാപികളുടെ പെരുപ്പമായിരുന്നുവോ അതോ നീതിമാന്മാരുടെ കുറവായിരുന്നുവോ? സ്തോത്രം. എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചാൽ നീതിമാന്മാരുടെ കുറവ് എന്നതാണ് ഉത്തരം. എന്തല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ പാപികളുടെ പെരുപ്പം അല്ലായിരുന്നു ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാനുള്ള കാരണം. പാപികൾ ഇത്രയധികം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോവുകയാണെന്നല്ല ദൈവം പറഞ്ഞത്. പകരം അബ്രഹാം നിരത്തിവെച്ച കണക്കിൽ ഒരു 10 നീതിമാന്മാരെങ്കിലും അവിടെ ഉണ്ടാകും എന്ന് താൻ കരുതി. എങ്ങനെയാണ് താൻ ചിന്തിച്ചതെന്ന് അറിയില്ല. നമ്മളെ കണക്ക് കൂട്ട് നോക്കിയാൽ ഒരു 6 പേരെ കിട്ടും. അബ്രഹാം 10ന്റെ കണക്ക് എങ്ങനെ കൂട്ടിയെന്ന് നമുക്കറിയില്ല. മിസ്റ്റർ ലോത്ത്, മിസ്സിസ് ലോത്ത്, ഡോട്ടേഴ്സ്, 2 ഡോട്ടേഴ്സ് ഓഫ് ലോത്ത്, 4 പേര്. പിന്നെ ലോത്തിന്റെ മക്കൾക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന 2 മണവാളൻ ചെറുക്കന്മാര്. ലോത്ത് ഭാര്യ, 2 പെൺമക്കള്, അവർക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന 2 ആൺകുട്ടികൾ. അങ്ങനെ 6 പേരുടെ കണക്ക് നമുക്ക് കിട്ടും. അബ്രഹാം ഒരുപക്ഷെ ഈ ലോത്തിന്റെ ബന്ധുക്കാരന്റെ കുടുംബത്തെ മുഴുവനും കൂട്ടിക്കാണുമായിരിക്കും, അറിയില്ല. എങ്ങനായാലും ലോത്ത് തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അബ്രഹാം പറഞ്ഞ കണക്ക് കുറഞ്ഞ നീതിമാന്മാരുടെ സംഖ്യ 10 ആയിരുന്നു. ദൈവം അതും സമ്മതിക്കുന്നു. 10 പേരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ നിമിത്തം ദേശത്തെ നശിപ്പിക്കില്ല. ജോയ്ക്കുട്ടിച്ചാൻ പറഞ്ഞതുപോലെ അബ്രഹാമിന് വേണമെങ്കിൽ ആ കണക്ക് താഴോട്ട് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ പല പ്രാവശ്യം സോറി പറഞ്ഞിട്ടാ ദൈവത്തോട് അബ്രഹാം ഈ കണക്ക് 50-ൽ നിന്ന് 10-ലേക്ക് വന്നത്. താഴോട്ട് വരാൻ അബ്രഹാമിന് പറ്റിയില്ല. അബ്രഹാമിന്റെ ഉറപ്പായിരുന്നു 10 പേരെങ്കിലും അവിടെ കാണുമെന്ന്. ഇനി അതിൽ താഴേക്ക് വന്നിരുന്നെങ്കിൽ ദൈവം അംഗീകരിക്കുമായിരുന്നുവോ എന്നുള്ളതും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് സ്തോത്രം ഒരു കാര്യം പഠിച്ചത്, ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അവിടെ നിന്നും, ഒരു തത്വം നമ്മൾ അവിടെ നിന്നും പഠിച്ചത്. God has put a minimum number of righteous people, in a family, in a congregation, in an organization, in even a nation, and at large in this world, to spare even the unbelieving wicked people. But that number is kept in the sovereign knowledge of God, the sovereign omniscience of God. That number has not been revealed to the finite men. Got it? ദൈവം 10-ൽ താഴെ അബ്രഹാം ഒരു കണക്ക് പറഞ്ഞിരുന്നെങ്കിൽ സ്വീകരിക്കുമായിരുന്നുവോ എന്നറിയില്ല.
പക്ഷേ ഒരു തത്വം നമുക്ക് അവിടെ നിന്ന് പഠിക്കാം. അതെന്തെന്നാൽ ഒരു കുടുംബത്തെയോ ഒരു സമൂഹത്തെയോ ഒരു സഭയെയോ ഒരു സംഘടനയെയോ പ്രസ്ഥാനത്തെയോ ഒരു രാജ്യത്തെയോ ലോകത്തെ മുഴുവനുമായി തന്നെയോ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, ദുഷ്ടന്മാരെയും പാപികളെയും പോലും നശിപ്പിക്കാതിരിക്കേണ്ടതിന് ദൈവം അവിടെയെല്ലാം നീതിമാന്മാരുടെ ഒരു ചെറിയ സംഖ്യയെ അന്വേഷിക്കുന്നു. അവരുടെയൊക്കെ സംരക്ഷണത്തിന് ദൈവം നീതിമാന്മാരുടെ ഒരു ചെറിയ സംഘത്തെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ സംഖ്യ എത്രയാണെന്നുള്ളത് ദൈവം തൻ്റെ പരമാധികാരത്തിലും ദൈവം തൻ്റെ പരമമായ ജ്ഞാനത്തിലും മാത്രം വെച്ചിരിക്കുന്നതാണ്. ആ മിനിമം സംഖ്യ എത്രയെന്ന് ആർക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? God has not revealed that minimum number of righteous people because of whom others also will be spared. തങ്ങളുടെ നിമിത്തം ലോകത്തെയും കൂടെ സംരക്ഷിക്കത്തക്ക നീതിമാന്മാരുടെ കുറഞ്ഞ സംഖ്യ എത്രയെന്ന് ദൈവം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. അബ്രഹാമിനോടും പറഞ്ഞില്ല. അബ്രഹാം പറഞ്ഞതിനോട് ദൈവം പ്രതികരിച്ചത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും നമുക്ക് മനസ്സിലായത് 10 പേരെങ്കിലും നീതിമാന്മാരുണ്ടായിരുന്നെങ്കിൽ ദൈവം സൊദോം ഗൊമോറയെ ഇന്ന് കാണുന്നത് പോലെ ഡെഡ് സീ, ചാവുകടലായി മാറ്റുകയില്ലായിരുന്നു എന്നാണ്. സ്തോത്രം. Praise God. Yes, of course, Malay. Christ called us salt of the earth. Salt preserves. It's a preservative. സ്തോത്രം. പക്ഷെ അതിനും വോളിയമുണ്ട്, അതിനും ഒരളവുണ്ട്. ആ അളവ്, ആ റേഷ്യോ നമുക്കറിയില്ല, ആ അനുപാതം നമുക്കറിയില്ല. ഒരുപക്ഷെ പാപികളുടെ എണ്ണത്തിന്റെ അനുപാതത്തിൽ ആയിരിക്കും. നിനവേയിലെ മുഴുവൻ പേരും രക്ഷിക്കപ്പെട്ടായിരുന്നു, മാനസാന്തരപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഒരു ചോദ്യം വന്നു, ഹൗ അബൌട്ട് നിനവേ എന്ന്. അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. നിനവേയിലെ എല്ലാവരും, മൃഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഉപവസിച്ചു, പശ്ചാത്തപിച്ചു. മൃഗങ്ങൾ പശ്ചാത്തപിച്ചൊന്നുമല്ല, മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ ഇരുന്നു എന്നുള്ളതുള്ളൂ. അല്ലാതെ മൃഗങ്ങൾ പശ്ചാത്തപിച്ചും മാനസാന്തരപ്പെട്ടൊന്നുമില്ല. പക്ഷേ രാജാവ് ഉൾപ്പെടെ നിനവേ പട്ടണത്തിലുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ടു, അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം കണ്ടു എന്നാണ് നാം യോനായുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. മുഴുവൻ പേര്. സ്തോത്രം. ഇവിടെ ഒരു ശേഷിപ്പ്, ഒരു റെമനന്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ദിസ് റെമനന്റ്, when that remnant or the number of that remnant goes down below the minimum number, God wants to preserve or spare a family, nation, or the world. God does something else.
സ്തോത്രം. എല്ലാവരും കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ദൈവം ഒരു ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെയോ തന്നെ നിലനിൽപ്പിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ദൈവം വെച്ചിട്ടുള്ള ആ കുറഞ്ഞ സംഖ്യയിൽ നിന്നും നീതിമാന്മാരുടെ സംഖ്യ വീണുപോയാൽ, താണുപോയാൽ പിന്നെന്താ ദൈവം ചെയ്യുന്നത്? ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആവർത്തിക്കുന്നതിൽ ഖേദിക്കുന്നു. ഇവിടെ ആ 10-ൽ താഴെയായിരുന്നു നീതിമാന്മാരുടെ സംഖ്യ, അല്ലേ? 4 പേര്, ലോത്തും കുടുംബവും മാത്രം. അപ്പോൾ ദൈവം സൊദോം ഗൊമോറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച, അല്ലെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞ 10 എന്ന കുറഞ്ഞ സംഖ്യയിൽ നിന്നും നീതിമാന്മാരുടെ എണ്ണം താണുപോയപ്പോൾ, വീണുപോയപ്പോൾ, എന്തേ? അവരെ ദുഷ്ടന്മാരോടുകൂടെ നശിപ്പിച്ചോ? ഇല്ല. God, in a way we can say, dragged them out of those cities where God's judgment was falling upon. ദൈവത്തിന്റെ ന്യായവിധി വീഴാൻ പോകുമായിരുന്ന നഗരത്തിൽ നിന്ന്, ആ മിനിമത്തിൽ താഴേക്ക് പോയ, ഏറ്റവും കുറഞ്ഞ സംഖ്യയിൽ നിന്ന് താഴേക്ക് പോയ നീതിമാന്മാരെ എന്ത് ചെയ്തു? വലിച്ചകറ്റി. ഡ്രാഗ് ദം ഓഫ്, വലിച്ചകറ്റുകയായിരുന്നു. അവർ തന്നെ പോകുകയല്ലായിരുന്നു, കൈക്ക് പിടിച്ച് 2 ദൂതന്മാര് 2 പേരുടെ കൈക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഇതുപോലെ ഇന്ന് ഇത്രയേറെ പാപവും മ്ലേച്ഛതയും ഒക്കെ വർദ്ധിച്ചിട്ടും, അന്യായവും അനീതിയും അശുദ്ധിയും ഒക്കെ വർദ്ധിച്ചിട്ടും, എന്തേ ലോകം അതിൻ്റെ ഇക്വിലിബ്രിയം തകരാതെ, സന്തുലിതാവസ്ഥ തകരാതെ നിലനിൽക്കുന്നു? Because of righteousness. Yes, because of the presence of righteous people on the earth, in this world. സ്തോത്രം. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം, സപ്പോസ് ഇപ്പൊ തന്നെ പലസ്റ്റൈൻ ആൻഡ് ഇസ്രായേൽ, അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കും. ഇസ്രായേൽ ഹമാസിൽ ബോംബിടുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പാക്കും. എന്തേ? അവര് ബോംബിടാൻ പോകുന്നിടത്ത് ഇസ്രായേൽ പൗരന്മാരാരും ഇല്ല എന്ന്. അതിനു മുമ്പ് അവിടെ ഉള്ളവരെ മുഴുവനും അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യും, മാറ്റും. ഇതുപോലെ ദൈവം ന്യായവിധി ചൊരിയുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഈ 4 പേരെ വലിച്ചു മാറ്റി. ഇതുപോലെ തന്നെ ഇന്ന് ദൈവസഭ, ഈ വിശുദ്ധന്മാർ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ലോകം നശിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ നാം കാണുന്നു, വിശുദ്ധന്മാരുടെ സംഖ്യ ദിനംതോറും കുറഞ്ഞു വരുന്നു. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭക്തന്മാർ, വിശുദ്ധന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നു. സ്തോത്രം. ഇത് കുറഞ്ഞ് സൊദോം ഗോമോരയുടെ അവസ്ഥയിലെത്തും. മനസ്സിലാവുന്നുണ്ടല്ലോ?
സൊദോം ഗൊമോരയുടെ അവസ്ഥയിലെത്തും. അതായത് ദൈവത്തിന് ലോകത്തെ സംരക്ഷിക്കുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ നീതിമാന്മാരുടെ സംഖ്യയിലും വിശുദ്ധന്മാരുടെ സംഖ്യ താഴും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്? വിശുദ്ധന്മാരെ കൊണ്ടുപോകും. പ്രൈസ് ഗാഡ്. വിശുദ്ധന്മാരെ ദൈവത്തിന്റെ ന്യായവിധി കരുണ കൂടാതെ ചൊരിയാൻ പോകുന്ന ലോകത്തിൽ നിന്ന് വലിച്ചു മാറ്റും. സൊദോം ഗൊമോറയിൽ ചില പട്ടണങ്ങളിൽ മാത്രമായിരുന്നു അത്. എന്നാൽ അവിടെ പട്ടണങ്ങൾ മാത്രമായിരുന്നുകൊണ്ട് ആ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു ലോത്തിനെയും ഭാര്യയും അല്ലെ പിള്ളാരെയും. എന്നാൽ ഇനിയും വരാൻ പോകുന്നത് മുഴു ലോകത്തിലുമാണ്. അതുകൊണ്ട് മുഴു ഭൂമിയിലുമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനം ഭൂമിയിലുള്ള ശേഷിക്കുന്ന വിശുദ്ധന്മാരെ സംരക്ഷിക്കുവാനായിട്ടില്ലാത്തത് കൊണ്ട് ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കല്ല സഭയിലെ വിശുദ്ധന്മാരെ ദൈവം വലിച്ചു മാറ്റി നിർത്താൻ പോകുന്നത്. വേറെ ഒരു പ്ലാനറ്റിലേക്കാ, വേറെ ഒരു ഗ്രഹത്തിലേക്കാ ദൈവം നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മെ സ്ഥലം മാറ്റുന്നത്. സ്തോത്രം. ഭൂമിയിലേക്കല്ല, ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗോളത്തിലേക്കാ. സ്തോത്രം. പ്രൈസ് ഗാഡ്. അവിടെ കർത്താവ് നമ്മെ സംരക്ഷിക്കും. അതിന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്നും ആ പദമില്ലെങ്കിലും ആശയമുള്ളത് കൊണ്ട് വേദപഠിതാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേരാണ് റാപ്ചർ അഥവാ ഉൽപ്രാപണം. ഉൽപ്രാപണം എന്ന് പറഞ്ഞാൽ എടുക്കപ്പെടൽ എന്നാണ് അർത്ഥം. എടുക്കപ്പെടൽ. ആ എടുക്കപ്പെടൽ എന്ന പദം നമുക്ക് തിരുവെഴുത്തുകളിൽ കാണാൻ പറ്റും. സ്തോത്രം. ഹാർപാസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. സ്തോത്രം. റാപ്പിയോ എന്ന് പറയുന്ന ഒരു പദം. ഹാർപാസോ എന്ന ഗ്രീക്കിൽ നിന്ന് റാപ്പിയോ എന്ന ലാറ്റിൻ, ആ റാപ്പിയോ എന്ന ലാറ്റിനിൽ നിന്ന് റാപ്ചർ എന്ന ഇംഗ്ലീഷ്, അവിടെ നിന്ന് ഉൽപ്രാപണം എന്ന മലയാളം. സ്തോത്രം. എടുക്കപ്പെടൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു റെംനന്റ്, ഒരു ശേഷിപ്പ് എന്നുള്ളതാണ് നാം നോക്കുന്നത്. സ്തോത്രം. ഇത്രയും മനസ്സിലേക്ക് കാണും എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. There was no remnant in the church at Ephesus. There was no remnant. That we had seen the difference between Thyatira and Ephesus. Even in Thyatira there was a remnant, but there was no remnant in Ephesus. എഫെസോ സഭയിൽ അങ്ങനെ ഒരു ശേഷിപ്പില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ. പക്ഷേ സർദീസിലും തുയഥൈരയിലുമൊക്കെ ഒരു ശേഷിപ്പിനെ നമ്മൾ കാണുന്നു. എക്കാലത്തും ദൈവത്തിന് അങ്ങനെയുള്ള ഒരു ശേഷിപ്പ് ഉണ്ട്. സ്തോത്രം. അത് നാം ഉൽപ്പത്തി 18 വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്നുണ്ട്. നോഹയുടെ കാലത്തേത്. നോഹയും കുടുംബവും അന്നത്തെ ലോകത്തോടൊപ്പം നശിക്കാതിരുന്നു. പിന്നീട് ഇങ്ങോട്ട് സൊദോം ഗോമോറയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനിയും വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം ഈ ശേഷിപ്പിനെ കുറിച്ച്. ഇൻ 1 Kings 14:13, 1 രാജാക്കന്മാർ 14:13 നമ്മൾ കാണുന്നുണ്ട്. യൊരോബയാമിന്റെ മകനായ അബീജായുടെ കാലത്തെ ദൈവം ഒരു ശേഷിപ്പിനെ
വെക്കുന്നതായിട്ട്. അതായത് എത്ര ദുഷ്ടത നിറഞ്ഞ തലമുറയിലും ദൈവത്തിന് എപ്പോഴും ദൈവത്തിന്റെ പദ്ധതികൾ നിവർത്തിക്കുന്നതിന് ഒരു ശേഷിപ്പ് ഉണ്ടായിരുന്നു. ഏലിയാവിന്റെയൊക്കെ കാലത്തെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. സ്തോത്രം. അപ്പോൾ ഇവിടെ സർദീസിലും അങ്ങനെ ഒരു ശേഷിപ്പ്. അവരെക്കുറിച്ച് നമ്മൾ കണ്ടത് ഉടുപ്പ് മലിനം ആകാത്ത ചിലർ. ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്തേ? ഭൂരിപക്ഷം, ബഹുഭൂരിപക്ഷവും പാപത്തിലേക്ക് പോകുമ്പോഴും ആ കുത്തൊഴുക്കിൽപ്പെടാതെ മാറി നിൽക്കുന്ന ഉടുപ്പ് മലിനമാകാത്ത ശേഷിപ്പുകളായി നാം തീരണമെന്ന്. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ട ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തന്നുവെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. സ്തോത്രം. ഒന്നുമില്ല. അപ്പോൾ ഉടുപ്പ് മലിനമാകാതിരിക്കുക, ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു. സ്തോത്രം. ജീവിതം മലിനമാകരുത്, മനസാക്ഷി മലിനമാകരുത്. We should not defile our conscience even. 1 Corinthians 8 verses 7 and 8. 1 കൊരിന്ത്യർ 8-ന്റെ 7-8 വാക്യങ്ങൾ. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹപരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസ്സാക്ഷി ബലഹീനമാകയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. മനസാക്ഷി അത് നിമിത്തം മലിനമായി തീരുന്ന അവസ്ഥകൾ. രണ്ട് കൊരിന്ത്യർ 7-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവിലും ജഡത്തിലുമുള്ള സകല കന്മഷവും നീക്കുക എന്ന്. ആത്മാവിലും ജഡത്തിലുമുള്ള സകല കന്മഷവും. സ്തോത്രം. So all sorts of defilements or soiling that can affect our spirit and also our flesh. നമ്മുടെ ശരീരത്തിലും ആത്മാവിലുമുള്ള എല്ലാ കന്മഷങ്ങളെയും മാറ്റുക. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഹോളിസ്റ്റിക് ഹോളിനെസ് എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. സ്തോത്രം. Second Corinthians 11 verse 2, 1 and 2 verses. 2 കൊരിന്ത്യർ 11-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. അവിടെയും നമ്മൾ കാണുന്നു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് പൗലോസ് ഭയപ്പെടുന്നു. സ്തോത്രം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്ന അവസ്ഥ. സ്തോത്രം. There we have the fear of Paul the Apostle. സ്തോത്രം. എന്തായിരുന്നു തൻ്റെ ഭയം?
your minds may be corrupted and seduced from the wholehearted and sincere and pure devotion to Christ. ഇവിടെ സർദീസിലും സംഭവിച്ചത് എന്താകാം? ഉടുപ്പ് മലിനം ആയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് this remnant did not have lost their wholehearted, sincere and pure devotion or commitment to Christ. ഉടുപ്പ് മലിനമായില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ 2 കൊരിന്ത്യർ 11 ആദ്യത്തെ വാക്യങ്ങൾ വെച്ച് 1, 2, 3 വാക്യങ്ങൾ വെച്ച് പ്രത്യേകിച്ച് 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളയാതെ സൂക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ. സ്തോത്രം. മനസ്സിലായോ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, പൂർണ്ണ ഹൃദയ സമർപ്പണം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിലേക്ക് മാത്രം ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്രൈസ്റ്റ് സെന്റേഡ്, ക്രിസ്റ്റോസെൻട്രിക് ആയ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചവർ. സ്തോത്രം. ഞങ്ങൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളൊരു കൊച്ചു സഭ, ഇവിടുത്തെ ഒരു ഹിന്ദി കുടുംബത്തെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ആഴ്ച 1-ാം സങ്കീർത്തനം മനഃപ്പാഠമായിട്ട് പറഞ്ഞ ഒരു കൊച്ചു കുട്ടി, അവരുടെ വീട്ടിൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് സന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ 5-8 മാസം പ്രായമുള്ള ഒരു മോളുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഞങ്ങൾ ചെന്നു, സൂസൻ കുഞ്ഞിനെ എടുത്തു. പക്ഷേ കുഞ്ഞ് വട്ടം തിരിഞ്ഞ് അതിന്റെ പപ്പായെ നോക്കുക, പപ്പായെ നോക്കിക്കൊണ്ട് കരയുക. കുഞ്ഞിനെ അടുത്ത മുറിയിൽ കൊണ്ട് ഇരുത്തി. അത് അവിടുന്ന് ഓടി വരും ഈ അപ്പൻ ഇരിക്കുന്നിടത്തേക്ക്. ആ കുഞ്ഞിന്റെ പപ്പായുടെ അടുക്കിലേക്ക് വന്നും പപ്പാവൻ അതിനെ എടുത്തപ്പോഴത്തേക്കിനും സന്തോഷം കൊണ്ടൊരു പ്രത്യേക തരത്തിലെ ശബ്ദം പുറപ്പെടുവിക്കുന്നു. കുഞ്ഞ് 8 മാസമേ ഉള്ളൂ, 5-8 മാസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പം അവര് പറഞ്ഞു, ഈ പപ്പ ജോലി കഴിഞ്ഞിട്ട് വന്ന് ഈ കുഞ്ഞ് ഫ്രണ്ട് ഹോളിലാണ്. പക്ഷെ ഈ അപ്പൻ അകത്തെ മുറിയിലേക്ക് പോയാൽ മുട്ടയിൽ എഴയത്തതേ ഉള്ളൂ, നടക്കത്തൊന്നുമില്ല. മുട്ടയിൽ എഴഞ്ഞ് പോകുന്ന വഴിക്കാണ് അമ്മ നിൽക്കുന്നത്. അമ്മയെ നോക്കത്തില്ല. അപ്പൻ ഇരിക്കുന്ന അങ്ങേ മുറിയിൽ നീ അപ്പൻ ജോലി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. വാഷ്റൂമിൽ ഫ്രഷ് ആകാൻ വേണ്ടി കയറുമ്പോൾ ഈ കൊച്ചു കുഞ്ഞ് വാഷ്റൂമിന്റെ വാതിക്കെ പോയി ആ കുഞ്ഞ് കൈകൊണ്ട് കതകയിലിട്ട് അടിച്ചടിച്ച് നിന്ന് കരയുകയാ. എന്തിനെങ്കിലും വേണ്ടിയാണോ? പപ്പ കൊണ്ടുവന്ന ഐസ്ക്രീം തിന്നാനാണോ? അല്ല. കിട്ടിയ ശമ്പളത്തിന്റെ പങ്ക് പറ്റാനാണോ? എന്തു മതി ഈ കുഞ്ഞിന്? അപ്പനെ മതി, അപ്പനെ മതി. അപ്പന്റെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ഈ കുഞ്ഞിന്റെ ശ്രദ്ധ പോകും. അപ്പന്റെ സാന്നിധ്യമുള്ളിടത്തേക്ക് ഈ കുഞ്ഞ് ഓടിപ്പോകും. കിട്ടിയില്ലെങ്കിൽ കുഞ്ഞ് വല്ലാതെ കരയും. അമ്മ എടുത്താൽ പോലും തൃപ്തയാകുന്നില്ല. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ക്രിസ്തുവിനോട് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. ഈ അവസ്ഥയിൽ കഴിയുന്നവരാണ് തങ്ങളുടെ ഉടുപ്പ് മലിനമാക്കാത്തവർ. അവർക്ക് വേറെ ഒന്നും വേണ്ട. എന്തുമാത്രം മതി? ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് അലോൺ.
God and him alone. വേറെ ഒന്നും വേണ്ട. സ്തോത്രം. വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും കൊണ്ട് തൃപ്തിപ്പെടാത്തവർ, ദൈവത്തോട് പോലും വേറെ ഒന്നും ചോദിക്കാത്തവർ, സ്തോത്രം, ദൈവത്തോട് പോലും വേറെ ഒന്നും ആവശ്യപ്പെടാത്തവർ, ദൈവത്തോട് പോലും ഒരു പരാതിയും പറയാനില്ലാത്തവർ. ചിലർ പറയാറുണ്ടല്ലോ, നോ ഡിമാൻഡ്സ്, നോ കംപ്ലൈൻസ്. ദൈവത്തോട് ഒരു ഡിമാൻഡുകളും ഇല്ല, ഒരു പരാതികളും ഇല്ല. എന്തുമാത്രം മതി? അങ്ങയെ മാത്രം മതി. സ്തോത്രം. അങ്ങനെ ജീവിക്കുന്നവരാണ് തങ്ങളുടെ ഉടുപ്പ് മലിനമാക്കാത്തവർ. നമുക്കും അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കണം. സർദീസിലെ സഭയിലെ ശേഷിപ്പ് അവരെ പോലെ നമുക്കും ആയിത്തീരണം. നമുക്കും അവരെ പോലെ ആയിത്തീരണം. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതിലെന്തെങ്കിലും മറ്റു വിശദീകരണങ്ങൾ വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നാം സഭയെക്കുറിച്ച് കർത്താവിന്റെ അനുമോദനം എന്ന ഭാഗം വിടുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കും മുമ്പ് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതുവരെയുള്ളതിനെ കുറിച്ച് ചോദിക്കാം. സ്തോത്രം. എങ്കിൽ പ്രിയരെ, നമ്മുടെ ചുറ്റുപാടും സ്തോത്രം വിശുദ്ധ ജീവിതത്തിന് വിശുദ്ധ ജീവിതത്തിന് വളരെയധികം തടസ്സങ്ങളുള്ള ഒരു ലോകമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നമുക്ക് യോഗ്യമല്ലാത്ത ലോകമാണ് ചുറ്റും. പാട്ടുകാരൻ പറയുന്നത് പോലെ യോഗ്യമല്ലാത്ത ഈ ലോകത്ത് ഏറുന്ന മാലിന്യങ്ങൾ. അതെ, പക്ഷേ അതിൻ്റെ നടുവിലും നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സാക്ഷി ഇതൊന്നും മലിനമാകാതെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയോടെ ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ഗാഡ്. നാം ആരും ഉടുപ്പ് മലിനമാക്കി ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് അർഹരായി ജീവപുസ്തകത്തിൽ നിന്നും പേര് മായ്ക്കപ്പെടുന്നവരായി തീരാതിരിപ്പാൻ നമ്മെ നമുക്ക് സമർപ്പിക്കാം. നാം ഏകാഗ്രതയോടെ കാത്തിരിക്കുന്നെങ്കിൽ തൻ്റെ രക്തം നമുക്ക് സ്ത്രീധനമായിട്ട് തന്ന് വിവാഹ നിശ്ചയം ചെയ്ത് പോയ നമ്മുടെ ആത്മമണവാളന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ആ വരവിൽ നമുക്കും കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഇടയാകും. ആ പ്രത്യാശയോടെ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിച്ച് കർത്താവിൽ എത്തിച്ചേരുവാൻ നമുക്ക് ഈ വചനങ്ങളാൽ ഇടയാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗാഡ്. സ്തോത്രം.